തിരുവനന്തപുരത്ത് കരാറുകാരനെ ഭീഷണിപ്പെടുത്തി നോക്കുകൂലി വാങ്ങിയതായി പരാതി. CITU, BMS, AITUC, INTUC തൊഴിലാളികൾ സംയുക്തമായാണ് ടിപ്പറിൽ ലോഡ് ഇറക്കിയതിന് നോക്കുകൂലി വാങ്ങിയത്. നോക്കുകൂലിയായി 2000 രൂപ ആവശ്യപ്പെട്ടെന്നും ഭീഷണിയെ തുടർന്ന് 750 രൂപ നൽകേണ്ടി വന്നെന്നും കരാറുകാരനായ അനിൽകുമാർ പറഞ്ഞു. തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇന്റർലോക്കിൻ്റെ വർക്ക് ചെയ്യുന്നതിനായിട്ട് ടിപ്പറിൽ കൊണ്ടുവന്നപ്പോൾ യൂണിയൻകാരെ കൂടെ പറഞ്ഞ് ഒരു കാരണവശാലും ടിപ്പറിൽ ഇറക്കാൻ പറ്റില്ല, ഞങ്ങളെ ജോലിയുടെ അവകാശമാണ്, ഞങ്ങൾ ഇറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടിപ്പറിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ തട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ഞാനാണ് അതിന് നഷ്ടം സഹിക്കേണ്ടത്, ഞാൻ സഹിച്ചോളാം, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇറക്കണ്ടെന്ന് പറഞ്ഞു. 12 മണിക്ക് വന്ന സാധനം 4 മണിക്കാണ് നമുക്ക് ഇറക്കാൻ പറ്റിയത്. പിന്നെ ഏല വിളിച്ചപ്പോൾ ഏല പറഞ്ഞു ഒരു കാരണവശാലും കാശ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, പോലീസിനെ വിളിക്കാം. ഏല തന്നെ പറഞ്ഞു. പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് കാശ് കൊടുക്കേണ്ട കാര്യമില്ല, കാര്യം ടിപ്പറിൽ തട്ടുന്നതിന് അതുപോലെ വീട്ടാവശ്യത്തിന് കൊണ്ടുവന്നതാണ്. വീട്ടിലെ ഒരു 5 പേര് ചേർന്നുള്ള ഒരു വഴിയാണ്. അങ്ങനെ പോലീസ് പോയതിന് ശേഷം പണി തീരാൻ സമയത്ത് അവർ വന്നു. ഇത്രയും ഭാഗം മാത്രം ഇത്തിരി കട്ട് ചെയ്തിടാനേ ഉള്ളൂ, പണി നിർത്തി വയ്ക്കാൻ പറഞ്ഞു. ഞാൻ ചേട്ടാ അങ്ങനെ പണി നിർത്തി വയ്ക്കാൻ പറ്റില്ല, അത് ഞങ്ങളുടെ കാശ് തന്നിട്ട് ഇവിടെ പണി ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാശ് തരേണ്ട കാര്യമില്ല, ഇതിനാണ് നോക്കുകൂലി എന്ന് സർക്കാർ പറയുന്നത്. നോക്കുകൂലി യഥാർത്ഥത്തിൽ കൊടുക്കാൻ പാടില്ല, ഞാനാണെങ്കിൽ കുറ്റക്കാരനായി മാറുന്നത് ഞാനാണ്, അതുകൊണ്ട് ഇത് തരേണ്ട കാര്യമില്ല. പിന്നെ ഇതിനെ അല്ലെങ്കിൽ പിടിച്ചു പറിയെന്നോ അല്ലെങ്കിൽ കൈക്കൂലി എന്നൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് ഒരു കാരണവശാലും കാശ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇവരൊക്കെ കൂടി എല്ലാവരും കൂടെ എല്ലാ യൂണിയനിലെ ആൾക്കാരുണ്ട്, അവരൊക്കെ കൂടി വളഞ്ഞു നിന്നിട്ട് എന്താ പറഞ്ഞു, പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ കാശ് തരണം. അവർ 2000 രൂപയാണ് ആവശ്യപ്പെട്ടത്. 2000 രൂപ അതിൻ്റെ തെളിവുണ്ട് എൻ്റെ കയ്യിൽ. 2000 രൂപയാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാൻ കൊടുത്തത് 1500 രൂപയാണ് കൊടുത്തത്. ഞാൻ എൻ്റെ പരാതി കൊടുത്തു, കമ്മീഷണർക്ക് മെയിൽ ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. റിനു ശ്രീധർ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് റിനു ശ്രീധർ. നോക്കുകൂലി വാങ്ങിയതിന് തെളിവുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്, നോക്കുകൂലി വാങ്ങേണ്ട ഒരു സാഹചര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും എല്ലാ തൊഴിലാളി സംഘടനകളും ചേർന്നങ്ങ് പിടിച്ചുപറിക്കുകയായിരുന്നു അയാളുടെ കയ്യിൽ നിന്ന്. തീർച്ചയായും സുജയ, എന്തായാലും AITUC അതുപോലെ തന്നെ BMS, CITU അതുപോലെ തന്നെ INTUC സംയുക്തമായിട്ടുള്ള യൂണിയൻ പ്രവർത്തകരാണ് ഈ കരകുളത്തെ ഈ കരാറുകാരനിൽ നിന്ന് പണം നിർബന്ധിച്ച് വാങ്ങിയത്. അതിൻ്റെ വിഷ്വൽ സഹിതം നമ്മുടെ കയ്യിലുണ്ട്. അതായത് അവർ ഭീഷണിപ്പെടുത്തുന്നതും ആ ദൃശ്യത്തിൽ കൃത്യമാണ്. അതായത് 2000 രൂപ വേണം, അത് നോക്കുകൂലിയാണെങ്കിൽ നോക്കുകൂലിയാണെന്ന് കരുതിക്കോ എന്ന് പറഞ്ഞാണ് ഈ പണം പിടിച്ചു പറിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇയാൾ ഒരു സാധാരണ ഒരു കോൺട്രാക്ടറാണ്, ഈ സർക്കാർ കോൺട്രാക്ടർ അല്ല, പ്രാദേശിക വീടുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു ഇടവഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്റർലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കരകുളത്ത് എത്തിയത്. ഇന്റർലോക്ക് ഇട്ട സമയങ്ങളിലാണ് ഇദ്ദേഹം ലോഡ് ഇറക്കിയ സമയങ്ങളിൽ വന്നു ഭീഷണിപ്പെടുത്തി 750 രൂപ ഇതുമായി ബന്ധപ്പെട്ട് വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ഏറ്റവും അവസാന ദിവസം പണി പൂർത്തിയാകുന്ന സമയത്താണ് ഈ തൊഴിലാളികൾ സംയുക്തമായി സംഘടിച്ച് എത്തിയിട്ട് 2000 രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്ന് ലേബർ ഓഫീസറെ ഫോൺ ചെയ്യുന്നു. ലേബർ ഓഫീസർ പറയുന്നു ടിപ്പറിൽ ലോഡ് ഇറക്കി ഇതിന് നിങ്ങൾക്ക് എന്തിന് കാശ് തരണം, അതുകൊണ്ട് കാശ് വാങ്ങരുത് എന്ന് ഫോൺ വഴി ഈ തൊഴിലാളികളോട് പറയുന്നു. പക്ഷേ തൊഴിലാളികൾ കൂട്ടാക്കാൻ തയ്യാറായില്ല, നിർബന്ധിച്ച് പണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രണ്ടാമതായി 1500 രൂപ കൊടുക്കുന്നത്. ഭീഷണി ഭയന്ന് അല്ലെങ്കിൽ ഭീഷണിയെ തുടർന്നാണ് അദ്ദേഹം ഈ ഒരു കാശ് കൊടുക്കുവാനും വേണ്ടി തയ്യാറായത്. തുടർന്ന് ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് സംഭവ സ്ഥലത്തെത്തി ഈ കാശ് വാങ്ങരുത് എന്ന് കൃത്യമായി പറയുന്നൊരു സാഹചര്യവുമുണ്ട്. എന്നിട്ട് പോലും പണം നിർബന്ധിച്ച് തൊഴിലാളികൾ വാങ്ങി. നോക്കുകൂലിയാണെങ്കിൽ നോക്കുകൂലിയാണെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞാണ് ഈ പണം കൈപ്പറ്റിയത് എന്നുള്ളതാണ് നമ്മളോട് ഈ അനിൽകുമാർ പറയുന്നത്. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുപോലെ തന്നെ ലേബർ ഓഫീസർക്കും അടക്കം പരാതിയും നൽകിയിട്ടുണ്ട്. സുജയ, തിരുവനന്തപുരത്താണ് ഭീഷണിപ്പെടുത്തി നോക്കുകൂലി വാങ്ങി എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ എല്ലാ യൂണിയനുകളുടെയും ആളുകളെയും ഈ ദൃശ്യങ്ങളിൽ കാണാനും കഴിയും.